നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച സി മുകുന്ദനെ കൂടെ നിർത്താൻ UDF-ഉം BJP അടക്കം നീക്കം. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും BJP നേതാക്കളും തന്നെ ബന്ധപ്പെട്ടതായി സി മുകുന്ദൻ പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ചെറിയൊരു കാര്യമല്ല, വട്ടമിട്ട് സ്ഥാനാർത്ഥിയാക്കാൻ ആൾക്കാർ ചുറ്റുപാടുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില സാമ്പത്തിക കാരണങ്ങളാണ് പാർട്ടിയുടെ നീക്കത്തിന് പിന്നിൽ എന്നും കൂടെ പറയുന്നുണ്ട്. പുതിയ വിവരം എന്താണ്? രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും CC മുകുന്ദനെ വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴായിരുന്നു CC മുകുന്ദൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്? എപ്പോഴായിരുന്നു അവർ വിളിച്ചത്? ഇന്നലെ ഒരു 7-8 മണിയായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ വരാണ്ടായി. എന്താണ് പറഞ്ഞത്? KCയും രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഒപ്പം നിൽക്കുന്നതാണോ? എന്നോട് പറഞ്ഞ ഉറപ്പം ഞങ്ങൾ എന്താ തീരുമാനിച്ചാൽ ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞൊരു വാചകം. അപ്പോൾ പിന്നെ അത് എനിക്കൊരു സംശയം കിടക്കാനുള്ള അവസരം വെച്ചാൽ ഇപ്പോൾ ഗീതാഗോപുര പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സംശയം കിടക്കാണ്ടായി. ഗീതാഗോപുര പേര് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ഗീതാഗോപിനെ ക്ഷണിച്ചു BJP എന്ന് ഒരു പത്രത്തിൽ ന്യൂസ് വരാണ്ടായി. ക്ഷണിച്ചിരിക്കുന്നു, പോവില്ല പാർട്ടി ഉദ്ദേശിച്ചു. അത് വരെ അതൊരു എനിക്ക് കിട്ടിയോടത്തോട് തരികയുടെ പ്രയോഗം നടത്തി. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സമീപനം സ്വീകരിച്ചിട്ടാണ് ഗീതാഗോപി പാർട്ടിയിൽ നിന്ന് സീറ്റ് കൈവശമാക്കാൻ തീരുമാനിച്ചത്. ഏതൊരു ജനപ്രതിനിധി ആയാലും ഒരു 10 വർഷമൊക്കെ പ്രവർത്തനം കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പം എനിക്ക് തന്നെ 5 വർഷം കിട്ടിക്കൊണ്ട് മാതൃഭൂമിയുടെ സപ്ലിമെൻ്റ് തന്നെ പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ രമേശ് ചെന്നിത്തലയും ഇവരും വിളിച്ചപ്പോൾ അവരോടൊരു തീരുമാനമൊന്നും ഇതുവരെ പറഞ്ഞില്ല? അല്ല, ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ തീരുമാനം പറയണമെങ്കിൽ ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ പാർട്ടി ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ചില ന്യൂസുകളൊക്കെ മൊബൈലിൽ വരുന്നുണ്ട്, അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പാർട്ടി റിപ്പോർട്ടിംഗ് അനുസരിച്ച് നിലവിലുള്ള MLA-മാർക്ക് 2ാം ടൈമും തുടരാനുള്ള അധികാരമുണ്ട്. എത്ര ചർച്ച അവിടെ നടത്താം ഘടകത്തിൽ. പക്ഷേ തീരുമാനം 2ാം ടൈം മത്സരിക്കണമെന്നാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം. ഇത് മുന്നോട്ട് പോകും. ഈ തൊട്ടുകൂടായ്മയൊന്നുമില്ലല്ലോ കോൺഗ്രസുമായിട്ട്? ഇല്ല, തൊട്ടുകൂടായ്മയൊന്നുമില്ല. എൻ്റെ മനസ്സിലാച്ചാൽ ജനകീയ സ്വഭാവം സ്വീകരിച്ച് പോകുന്ന ഏത് പത്രത്തിനെ കൂട്ടിയോജിപ്പിക്കും. അതെൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിസി പുറമെ ഇപ്പോൾ വന്നൊരു പോളിസിയാണ്. ഏതാണ് നമുക്ക് ജനങ്ങൾക്ക് ഗുണകരമാക്കി വിട്ടു അറിയാലോ. ഇവിടെയുള്ള പാർട്ടിക്കാർക്കൊക്കെ അറിയാം CC മുകുന്ദൻ്റെ സ്വഭാവം എന്താണെന്ന്. ഒരു പാർട്ടിയെ അങ്ങനെ അംഗീകരിച്ച് കൊണ്ടുപോകുന്ന കൂട്ടത്തിലല്ല ഞാൻ. എല്ലാ പാർട്ടികളെയും ഒന്നായി കണക്കാക്കി ജനങ്ങളാണ് പാർട്ടി. കള്ളൊപ്പിട്ട് അങ്ങയുടെ ലെറ്റർ പാഡ് കള്ളൊപ്പിട്ട് പണം തട്ടാനുള്ള ശ്രമം നടത്തി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കുണ്ടോ? അതിൻ്റെ അകത്ത് കള്ളൊപ്പിട്ട് എന്ന് എനിക്ക് കിട്ടിയത് പലരും ചില സംശയങ്ങളായിട്ട് പറഞ്ഞപ്പോൾ ഒരു കക്ഷിയെ വിവരാശം വയ്ക്കാണ്ടായി. എവിടെ? നമ്മുടെ സഭയിൽ വിവരാശം വെച്ചപ്പോഴാണ് കിട്ടുന്നത് കള്ളൊപ്പിട്ടിട്ട് കാശ്. അത് രേഖയായി. ആ രേഖ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ ചതിക്കുന്നുണ്ടെന്നത്. അപ്പോൾ ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് അദ്ദേഹം ആ കള്ളൊപ്പ് ശ്രമിച്ചിരുന്നത്. ഒരു MLA എൻ്റെ അടുത്ത് പറഞ്ഞത്, മുൻ MLA പറഞ്ഞത് ഇതൊക്കെ അവൻ്റെ അവകാശമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ നിയമസഭ CPL MLA ആണോ? അതെ, അതെൻ്റെ അവകാശമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒപ്പിടാണ്ട് അങ്ങനെ ഒരു അവകാശം അങ്ങനെ ആൾക്കും കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം പണിയെടുത്തു എന്ന് രേഖപ്പെടുത്തണമെങ്കിൽ ഈ പറഞ്ഞ MLA നിലവിലുള്ള MLA കൂടെ നിൽക്കുന്ന ഒപ്പിട്ടെങ്കിൽ പൈസ കിട്ടുള്ളൂ. അത് കണക്ക് നോക്കി ആ ലിസ്റ്റൊക്കെ ഞാൻ പത്രത്തിൽ പ്രതീക്ഷിക്കുകയാണല്ലോ. അതിനൊരു കോംപ്രമൈസ് എൻ്റെ പാർട്ടി പറഞ്ഞ ആ കോംപ്രമൈസിൽ ഞാൻ പോയിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോഴും പറയുന്നത് അങ്ങയുടെ പേരിനൊപ്പം തൊട്ടപ്പുറത്ത് ചേർത്ത് വെക്കുന്ന മറ്റൊരു പേര് VS സുനിൽകുമാറിൻ്റെ പേരാണ്. ഞാൻ പറയുന്നില്ല. അത് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ബൂത്ത് 225 ബൂത്തുണ്ട്. ആ ബൂത്ത് യോഗങ്ങളിലൊക്കെ ഞാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ 225 ബൂത്തിലും നിങ്ങൾ വരേണ്ടി വരും. ഓരോ ബൂത്തിലും ഇപ്പോൾ അവർ പറയുമോ സുനിലിനെതിരെ അടക്കം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറയാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞിരിക്കും. അതിനകത്ത് അവരെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ കോട്ട് ചെയ്തിട്ടാണ് ജനങ്ങൾ എന്നോട് പറയുമല്ലോ. അതിനനുസരിച്ച് അക്കമിട്ട് ഞാൻ നിരത്താൻ തയ്യാറാണ്. അതിനുള്ള എല്ലാ കാര്യ സാഹചര്യങ്ങളും നിലവിലുള്ള ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയ ഗീതാഗോപിയെക്കുറിച്ചും അതിനെ സഹായിച്ച ആൾക്കാരെ കുറിച്ചൊക്കെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലത് പ്രൂഫുണ്ട്. തീർച്ചയായും അതാണ് CC മുകുന്ദന് പറയാനുള്ളത്. പൊട്ടിത്തെറിയിലേക്കാണ് പോകുന്ന കാര്യങ്ങൾ. CPIയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന ചോദ്യത്തിന് ഇതാണ് സംഭവിക്കുന്നത്. രൂക്ഷമായ മറുപടിയാണ് ഒരു പാർട്ടി കേഡർ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറേ കാലമായുള്ള പ്രവർത്തകൻ, ധാരാവാഹി ആയ ആൾ അടക്കം MLA നിലപാട് വ്യക്തമാക്കുകയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലും വിളിച്ചു, ഒപ്പം നിൽക്കണം, മുകുന്ദൻ തീരുമാനമെടുത്താൽ മതി എന്നാണ് പറഞ്ഞതെന്നാണ് CC മുകുന്ദൻ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന ശ്രീകുമാരൻ ചേരുന്നു. ശ്രീത്ത്, ഒരുപക്ഷെ പേയ്മെന്റ് സീറ്റ് ആരോപണം ഏറ്റവും കൂടുതൽ കേട്ട പാർട്ടി ഒരുപക്ഷെ CPI ആയിരിക്കണം. അവിടെ അവർ സിറ്റിംഗ് MLA തന്നെ പറയുകയാണ് ഇത് കാശ് വാങ്ങി സീറ്റ് കൊടുത്താണ് എന്ന രീതിയിൽ പറയുകയാണ്. രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. സിറ്റിംഗ് MLA എന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ സ്വാഭാവികമായും ജനകീയനായ ഒരു MLA അവിടെ നിന്ന് കാര്യങ്ങൾ പറയുമ്പോഴേക്കും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ഭൈമി കാമുകന്മാർ ഉറപ്പായും ഉണ്ടാവും. അപ്പോൾ UDF-ഉം BJP-യും ഒക്കെ അതുകൊണ്ട് സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഏതളവിൽ ആ പൊട്ടിത്തെറി പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.